Good afternoon, children. Insolation and atmospheric condition. See some news collage in your textbook. Which are the news collage? Munnar, the lowest temperature in the last 50 years recorded. Munnar's temperature നമുക്കറിയാം എങ്ങനെയാ? It is very low. Next one, airport closed for 2 days due to heavy rain. Airport എന്ത് ചെയ്തു? വലിയ മഴ ആയതുകൊണ്ട് ക്ലോസ് ചെയ്തു. ഹെവി റെയിൻ ലോ ലയിങ് ഏരിയാസ് ഫ്ലഡഡ്. ആലപ്പുഴയിൽ വൺ ഓഫ് ദ ലോ ലയിങ് റീജിയൻ ഇസ് അറ്റ് ആലപ്പുഴ. സോ ഹെവി റെയിൻസ് ലോ ലയിങ് ഏരിയാസ് വെർ ഫ്ലഡഡ്. പൊന്മുടി ഡെൻസ് ഫോഗ് ഇൻ ദ വാലി. പൊന്മുടിയുടെ അവസ്ഥ അല്ലേ, അതായത് മൂടൽമഞ്ഞ്. തിരുവനന്തപുരം ചാൻസ് ഓഫ് സ്ട്രോങ് വിൻഡ് എലോങ് ദ വെസ്റ്റ് കോസ്റ്റ്, ഫിഷർമാൻ വാണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എന്താണ്? ചാൻസ് ഓഫ് സ്ട്രോങ് വിൻഡ്സ് എലോങ് ദ വെസ്റ്റ് കോസ്റ്റ്. പടിഞ്ഞാറൻ തീരങ്ങളിൽ വലിയ ശക്തമായ കാറ്റ് വീശാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് മുക്കുവന്മാരോട് ജാഗ്രതാ നിർദ്ദേശം. പാലക്കാട് സ്കോർച്ചിങ് സമ്മർ ഹീറ്റ് 4 സൺബേൺഡ്. അല്ലേ, പാലക്കാടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാം, വളരെ ചൂട് കൂടിയ സ്ഥലമാണ്. അവിടെ എന്താണ്? 4 പേർക്ക് സൂര്യാതാപമേറ്റു. വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് ന്യൂസ് കൊളാഷ്? You all are familiar with this news collage, isn't it? Familiar with similar situations. Have you ever thought of the reasons of such a situation? Have you ever thought? It is due to some changes occurring in the atmospheric condition, isn't it? അങ്ങനെയല്ലേ? അതെ, അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന ചില ചേഞ്ച് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. Let us examine the factors that influencing the changes in the atmospheric condition and how they do so. Sun, the energy provider. Sun is the sole source of energy for the earth. ഭൂമിക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള ഊർജം നൽകുന്ന സോൾ സോഴ്സ് ആണ് സൺ എന്ന് പറയുന്നത്. So the energy from the sun reaches on the earth in the form of rays is called insolation. ഇപ്പം എന്താ ഈ ഇൻസുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്? ദാറ്റ് ഈസ് ദ എനർജി ഫ്രം ദ സൺ. ഏത് രൂപത്തിലെത്തുന്നു? റീച്ചസ് ഓൺ ദ എർത്ത്. ഭൂമിയിൽ എങ്ങനെയെത്തുന്നു? ഇൻ ദ ഫോം ഓഫ് റേസ്, അല്ലെ, സൺ റേസ്, രശ്മി രൂപത്തിലെത്തുന്ന ഈ എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദ സർഫസ് ഓഫ് ദ എർത്ത് ഗെറ്റ്സ് ഹീറ്റഡ് ഡ്യൂ ടു ദ ഇൻസുലേഷൻ ഡ്യൂറിങ് ദ ഡേ ടൈം. അല്ലെ, പകൽ സമയത്ത് എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ഉപരിതലം ഈ ഹീറ്റ് കൊണ്ട് ചൂടാവുന്നു. ഈ ഹീറ്റ് എന്ത് ചെയ്യുന്നു? ഹീറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ ഫ്രം ദ ഹീറ്റഡ് സർഫസ് ത്രൂ ഡിഫറെന്റ് പ്രോസസ്. നിങ്ങൾക്കറിയാം, ഹീറ്റ് എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ ഫ്രം ദ ഹീറ്റഡ് സർഫസ് ഓഫ് ദ എർത്ത് ത്രൂ ഡിഫറെന്റ് പ്രോസസ്. നിങ്ങൾക്ക് ഓൾറെഡി വി ഡിസ്കസ്ഡ് നോ ഇവാപറേഷൻ, കണ്ടൻസേഷൻ, ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ occurring. So ഇതന്നെ എന്തിനും കാരണമാവുന്നു? ദാറ്റ് ഈസ് ദ സർഫസ് ഓഫ് ദ എർത്ത് ഗെറ്റ്സ് കൂൾഡ് ബൈ ദീസ് പ്രോസസ്. ഹീറ്റാവും ചെയ്യുന്നുണ്ട്, അതേസമയം എന്ത് ചെയ്യുന്നുണ്ട്? കൂളാവും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഭൂമിയിൽ ആവശ്യത്തിന് ടെമ്പറേച്ചറും വേണം, അതേസമയം എന്ത് വേണം? മഴയും വേണം. അതായത് ബാഡായിട്ടുള്ള റൈസുകൾ അബ്സോർബ് ചെയ്യുകയും ചെയ്യും, അതേപോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സർവൈവൽ ഓഫ് ദ ലൈഫ് ഇറ്റ് ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ത്രൂ ദ എനർജി ഫ്രം ദ സൺ. ആൻഡ് ഹിയർ ഈസ് സെയിങ് ദാറ്റ് ദ ക്ലൗഡ്സ് ആൻഡ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ലോവർ അറ്റ്മോസ്ഫിയർ absorb the heat transmitted from the earth. So thus the heat is required for the survival of the life is maintained in the lower atmosphere. ബാലൻസ് ചെയ്ത് നിർത്തണം, അല്ലേ? ആവശ്യത്തിന് ചൂടും അതേപോലെ ബാഡ് രശ്മികളെ, അതായത് നമുക്ക് ദോഷകരമാവുന്ന അൾട്രാവയലറ്റ് റേസ് പോലുള്ള രശ്മികൾ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുകയും വേണം. ഇങ്ങനെ ചെയ്ത് എന്താണ്? ഹീറ്റിനെ ഒരു ബാലൻസ് ചെയ്ത് നിർത്തുന്ന രീതിയാണ് നമ്മുടെ എർത്തിലുള്ളത്. മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും പറയുന്നുണ്ട്. മെട്രോളജിസ്റ്റ് കൺസിഡർ ദാറ്റ് ദ മാക്സിമം ടെമ്പറേച്ചർ ഓർ ഹീറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ജസ്റ്റ് ബിഫോർ ദ സൺറൈസ്. അല്ലെ, സൺറൈസ് മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 2 o'clock മിനിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്?
PM മാക്സിമം ടെമ്പറേച്ചർ ഉള്ളത്. മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബിഫോർ സൺറൈസിന്. മെട്രോളജിസ്റ്റ് കൺസിഡർ ദ അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് എക്സ്പീരിയൻസ്ഡ് ജസ്റ്റ് ബിഫോർ ദി സൺറൈസ് ആസ് ദ മിനിമം ടെമ്പറേച്ചർ ഓഫ് ദ ഡേ. ഒരു ദിവസത്തെ മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപുള്ള ടെമ്പറേച്ചർ അല്ലെ. മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 2 മണി. ഹീറ്റ് എക്സ്പീരിയൻസ്ഡ് അറ്റ് 2 PM is considered as the maximum temperature. Solar energy is not uniformly distributed on the earth. സൂര്യൻ എന്നുള്ള രശ്മി എല്ലായിടത്തും ഒരുപോലെയാണോ പതിക്കുക? അല്ല. What is the reason? You know that the equatorial region receives vertical rays from the sun. Equatorial region means the region near the equator. Vertical rays from the sun. That is, സൂര്യനിൽ നിന്ന് കിട്ടുന്ന രശ്മി എന്ന് പറഞ്ഞാൽ കുത്തനെ പതിക്കുക. അപ്പൊ അവിടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇനി പിന്നെ പറയുന്നത് ടെമ്പറേച്ചർ ഗ്രാജുവലി ഡിക്രീസസ് ടുവാർഡ്സ് ദ പോൾസ് ഡ്യൂ ടു ദി ഇൻക്ലിനേഷൻ ഓഫ് ദ സൺറൈസ്. സൂര്യന്റെ പ്രകാശം കിട്ടുന്ന അല്ലെ റേസ് കിട്ടുന്ന പിന്നെ കുത്തനെ കിട്ടുക. അതായത് കുത്തനെ ഇൻക്ലിനേഷൻ ഓഫ് ദ സൺറൈസ് ആണ്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഗ്രാജുവലി ഡിക്രീസിങ്. ഇക്വറ്റോറിയൽ റീജിയനിൽ വളരെ ചൂട് കൂടുതലായിരിക്കും. പിന്നെ വരുമ്പോഴെന്താണ് ചൂട് കുറഞ്ഞാണ് വരിക. ആ സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡാണ് തീരുമാനിക്കുന്നത്. ദ ടെമ്പറേച്ചർ ഓഫ് എ പ്ലേസ് ഓർ ദ ഹീറ്റ് റിസീവ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് in accordance with the latitude of the place. You can see the different latitudes, important latitudes. First equator, 0 degree latitude. Equatorial region receives vertical rays from the sun, so the temperature is very high there. Then 23.5 degree north, Tropic of Cancer. 23.5 degree south, Tropic of Capricorn. Arctic Circle 66.5 degree north. Then Antarctic Circle 66.5 degree south. Then North Pole, South Pole. അവിടെ എത്തുമ്പോഴേക്കും എന്താണ്? ടെമ്പറേച്ചർ ഈസ് വെരി ലോ. Got it? The factors such as altitude, nearness to the sea, latitude, etc. also cause the local variation in the temperature of a place. Let us examine. So which are the factors influencing the temperature of a place? That is altitude അല്ലെ. ഉയരം കൂടുന്തോറും എന്ത് ചെയ്യാണ്? ആ ടെമ്പറേച്ചർ കുറയുക ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഊട്ടി, വയനാട്, ഇവിടെയൊക്കെ എന്ത് ചെയ്യാണ്? ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ടെമ്പറേച്ചർ ഈസ് ഡിക്രീസിങ്. നിയർനെസ് ടു ദ സീ അല്ലെ, സമുദ്രത്തിന്റെ സാമീപ്യം ലാറ്റിറ്റ്യൂഡ് തീരുമാനിക്കുന്നുണ്ട്. നമുക്കറിയാം നോർത്ത് പോള് സൗത്ത് പോള് എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടന്റ് ലാറ്റിറ്റ്യൂഡ്സാ. അവിടേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യാണ്? ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് എ പ്ലേസ്. So the atmospheric temperature gradually decreases with the increase in altitude. Now you might have understood why the high altitude region like Munnar and Wayanad experiencing lowest temperature. വയനാട് മുന്നാർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്? ലോവസ്റ്റ് ടെമ്പറേച്ചർ. ബിക്കോസ് the altitude is increasing. The temperature of the coastal region is regulated by. തീരപ്രദേശങ്ങളിലെ ടെമ്പറേച്ചർ എങ്ങനെയാ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെ കൺട്രോൾ ചെയ്യപ്പെടുന്ന എങ്ങനെയാണ്? ബൈ ദ വിൻഡ് ബ്ലോയിങ് ഫ്രം സീ ടു ലാൻഡ് ഡ്യൂറിംഗ് ദ ഡേ ടൈം ആൻഡ് വൈസ് വേഴ്സ ഡ്യൂറിംഗ് ദ നൈറ്റ്. ദ ടെമ്പറേച്ചർ ഓഫ് ദ കോസ്റ്റൽ റീജിയൻ ഈസ് കൺട്രോൾഡ് ബൈ. തീരപ്രദേശങ്ങളിലെ ടെമ്പറേച്ചർ അല്ലെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നത് ബൈ ദ വിൻഡ്സ്, കാറ്റിനാലാണ്. എവിടുന്നാണ്? ബ്ലോയിങ് ഫ്രം സീ ടു ലാൻഡ്, കടലിൽ നിന്ന് കരയിലേക്ക് വീശുക. ഏത് സമയത്ത്? ഡ്യൂറിംഗ് ദ ഡേ ടൈം. ആൻഡ് ലാൻഡ് ടു സീ ഡ്യൂറിംഗ് ദ നൈറ്റ്. അതാണ് വൈസ് വേഴ്സ മീൻസ് ഫ്രം ലാൻഡ് ടു സീ അല്ലെ, തിരിച്ചു ഡ്യൂറിംഗ് ദ നൈറ്റ്. സോ യു ക്യാൻ സീ വൺ ബോക്സ് ദർ. സോളാർ എനർജി. എർത്ത് റിസീവ്സ് കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് സോളാർ എനർജി. Isn't it? So sun is the sole source of energy for the earth. So we can say that earth receives continuous flow of solar energy. The utility potential of this non-conventional source of energy. So sun is the energy from the sun is one of the non-conventional source of energy. What is meant by non-conventional source of energy? നമ്മൾ ഉപയോഗിക്കും തോറും കുറഞ്ഞു വരില്ല ചെയ്യാം അല്ലെ. എത്ര ഉപയോഗിച്ചാലും എന്ത് ചെയ്യില്ല? തീരില്ല. അതാണ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ.
എത്ര ഉപയോഗിച്ചാലും എന്ത് ചെയ്യുന്നില്ല, സണ്ണ് നമുക്ക് പിന്നെ തരാതിരി അല്ലെ കഴിയുന്നുണ്ടോ അത്? ഇല്ല. അപ്പൊ വൺ ഓഫ് ദ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ഇസ് ദാറ്റ് സോളാർ എനർജി. The utility potential of this non-conventional source of energy is great in a tropical country like India. ഇവിടെയൊക്കെ എന്താണ്, ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ്. അതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഇപ്പോ സോളാർ ലൈറ്റുകളും അല്ലെ എല്ലാം സോളാർ എനർജി ഉപയോഗിച്ചിട്ടുള്ളതാണ്. As a technology for converting solar energy to electrical energy using solar panels become widespread. You can see that picture in your textbook. It will be a relief for our energy crisis. നമ്മളിപ്പോൾ വൈദ്യുതി മേഖലയിൽ വളരെയധികം പ്രതിസന്ധി അനുഭവിക്കുമ്പോഴൊക്കെ സോളാർ എനർജിയെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അല്ലെ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ആ എനർജിയെ നമുക്ക് കൺവേർട്ട് ചെയ്യാം എങ്ങോട്ട്, ഇലക്ട്രിക് എനർജിയിലോട്ട്. സോ വി ക്യാൻ സോൾവ് ദ പ്രോബ്ലം ഓഫ് എനർജി ക്രൈസിസ്.